ഹജ്ജ് നയത്തിൽ അടിമുടി മാറ്റവുമായി എത്തുകയാണ് ഇന്ത്യ. നേരത്തെ തന്നെ 70 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നറുക്കെടുപ്പില്ലാതെ ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം നൽകിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ പുതിയ ഹജ്ജിന്റെ നയപ്രകാരം 65 വയസ്സ് കഴിഞ്ഞവർക്ക് നറുക്കെടുപ്പില്ലാതെ നേരിട്ട് അവസരം ഒരുക്കുകയാണ് ഇന്ത്യ. 2025 ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്തും ആയിരക്കണക്കിന് അപേക്ഷകർക്ക് ഈ തീരുമാനം നേട്ടമാവുകയാണ്. അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അവസരം ലഭിക്കും എന്നതിനാൽ തന്നെ അടുത്ത വർഷം കൂടുതൽ അപേക്ഷകരുണ്ടാവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെപ്റ്റംബർ 9-നാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷാ സമർപ്പണം. ഇപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തുകയാണ് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അടുത്ത വർഷത്തെ 2025 ഹജ്ജ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ സെപ്റ്റംബർ 9 വരെ അപേക്ഷ നൽകാം. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അപേക്ഷ നൽകണം. അതിനുള്ള കാരണം സൗദി ഗവൺമെൻറ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒക്ടോബറിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഈ വർഷത്തെ ഹജ്ജ് നയം കുറച്ചു മുമ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഡൽഹിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മാറ്റം, നറുക്കെടുപ്പില്ലാതെ ഹജ്ജിന് പോകാൻ 70 വയസ്സ് 65 വയസ്സാക്കി ചുരുക്കിയിരിക്കുന്നു. നല്ല ആരോഗ്യമുള്ള കാലത്ത് ഹജ്ജിന് പോകണമല്ലോ. അതാണ് ഞങ്ങളുടെ ഹജ്ജ് നയത്തിൻ്റെ കാതൽ. വളരെ സൂക്ഷിച്ച് അപേക്ഷ നൽകണം. പുണ്യഭൂമി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ക്യൂവിലാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്വപ്നം സഫലമാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. കേരളത്തിൽ ഇത്തവണയും കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവയുൾപ്പെടെ രാജ്യത്താകെ 20 പുറപ്പെടൽ കേന്ദ്രങ്ങളാണുള്ളത്. ഏതെങ്കിലും കേന്ദ്രത്തിൽ ആളുകൾ ക്രമാതീതമായി കുറഞ്ഞാൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ക്രമീകരണം ഏർപ്പെടുത്തി തീർത്ഥാടകരെ മറ്റു പുറപ്പെടൽ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സംവിധാനമുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങിയാകും അവസരം ഒരുക്കുക. ഇവരോടൊപ്പം 18-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു സഹായിക്കും നേരിട്ട് അവസരമുണ്ടാകുന്ന വിധത്തിലാണ് ഹജ്ജ് നയം ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ലഭിക്കുന്ന ആകെ ഹജ്ജ് കോട്ടയുടെ 70% സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾക്കും 30% സ്വകാര്യ ഗ്രൂപ്പുകൾക്കുമായാണ് വീതം വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം 20%-ലായിരുന്നു സ്വകാര്യ കോട്ട. ഒരു കവറിൽ പരമാവധി 5 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും, അതായത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് അപേക്ഷിക്കാൻ കഴിയും. രക്തബന്ധത്തിൽപ്പെട്ട പുരുഷന്മാർ, കൂടെയില്ലാത്ത വനിതകളുടെ സംഘത്തിനും നിലവിൽ തുടരുന്ന മുൻഗണന ലഭിക്കും. 65 വയസ്സിന് മുകളിലുള്ള വനിതകളുടെ സംഘത്തിൽ 45-നും 60-നും ഇടയിലുള്ള സഹ തീർത്ഥാടക നിർബന്ധമാണ്. ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡുകൾ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഓറൽ പോളിയോ തുടങ്ങിയവയും നിലനിർത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തീർത്ഥാടന വേളയിൽ ഹാജിമാരെ സഹായിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നിയോഗിക്കുന്ന ഹാദിമുൽ ഹുജാമർ ഇനി സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്നിവ പേരിലാകും അറിയപ്പെടുക. 150 പേർക്ക് ഒരാളെന്ന തോതിലാണ് ഇവരെ നിയോഗിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് പ്രസ്തുത തസ്തികയിൽ നിയോഗിക്കാറുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.